ദശകം 34 രാമായണ കഥ ഹനുമത് സംഗമം വരെയുള്ളത്. ശ്രദ്ധര വൃത്തത്തിലാണ് ഈയൊരു ദശകം രചിച്ചിരിക്കുന്നത്. കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുന്നു. ഈ രാമായണ കഥ അത്രയും സംഗ്രഹിച്ചാണ് മേൽപ്പത്തൂർ പറയുന്നത്. രാമായണം വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, 6 കാണ്ഡങ്ങളിലൂടെ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ള രാമായണ കഥ ഇവിടെ 2 ദശകങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുകയാണ് മേൽപ്പത്തൂർ. അത്രയും ഒഴിച്ചുകൂടാനാവാത്ത ചില കഥാസന്ദർഭങ്ങൾ, അതും ഓരോ വരിയിൽ ഓരോ വാക്കിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്, സംഗ്രഹിച്ചുകൊണ്ട് രാമായണ കഥ മേൽപ്പത്തൂർ പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ മേൽപ്പത്തൂരിന് കഥാസംഗ്രഹത്തിലുള്ള പാടവം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ രാമൻ ജനിക്കാൻ കാരണമായിട്ടുള്ള ദേവന്മാരുടെ ആവലാതി, പുത്രകാമേഷ്ടി, പായസലബ്ധി, രാമാദികളുടെ അവതാരം, ഇങ്ങനെ ഒരു പദ്യത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും വിവരിക്കുകയാണ്. ആദ്യത്തെ ശ്ലോകം: ഗീർവാണൈഹി അർത്ഥ്യമാനഃ ദശമുഖ നിധനം കോസലേഷു ഋഷ്യശൃംഗേ പുത്രീയാം ഇഷ്ടിം ഇഷ്ട്വാ ദദുഷി ദശരഥക്ഷ്മാഭൃതേ പായസാഗ്ര്യം തദ്ഭുക്ത്യാ തത്പുരന്ധ്രീഷു അപി തിസ്രിഷു സമം ജാതഗർഭാസു ജാതഃ രാമഃ ത്വം ലക്ഷ്മണേന സ്വയം അഥ ഭരതേന അപി ശത്രുഘ്ന നാംനാ. ത്വം ഗീർവാണൈഹി, അല്ലയോ ഭഗവാനെ, അങ്ങ് ദേവന്മാരുടെ അഭ്യർത്ഥന, അർത്ഥ്യമാനഃ, ഗീർവാണൈഹി അർത്ഥ്യമാനഃ, ദേവന്മാരാൽ പ്രാർത്ഥിച്ചതനുസരിച്ച്, ദശമുഖ നിധനം, രാവണ നിഗ്രഹത്തിനായി. ഇവിടെ പോസ് ചെയ്തിട്ട് ഇനി ആ സംഭവം മുഴുവൻ പറഞ്ഞിട്ടാണ് ഇതിന്റെ ബാക്കിയായിട്ട് പറയേണ്ടത്. കോസലേഷു, അയോധ്യയിൽ, ഋഷ്യശൃംഗേ, ഋഷ്യശൃംഗ മുനിയാൽ, പുത്രിയാം ഇഷ്ടിം, പുത്രന്മാർ ജനിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നടത്തുന്ന യാഗം, പുത്രകാമേഷ്ടി, പുത്രകാമ ഇഷ്ടി, പുത്രന്മാരെ ആഗ്രഹിക്കുന്നവർക്ക്, കാമം ആഗ്രഹം, അവർക്ക് വേണ്ടിയുള്ള യാഗം പുത്രകാമേഷ്ടി. ഇഷ്ടിം ഇഷ്ട്വ, ആ യാഗം ചെയ്തിട്ട്, ദശരഥക്ഷ്മാഭൃതേ, ദശരഥൻ എന്ന അവിടുത്തെ രാജാവിന്, ദശരഥ രാജാവിന്, അക്ഷ്മ എന്ന് വെച്ചാൽ ഭൂമിയുടെ രാജാവ്. അപ്പൊ ഭൂമിയുടെ രാജാവിനെയാണ് രാജാവ് എന്നതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. ആ രാജാവിന് ആ യാഗത്തിൽ നിന്നും ഉയർന്നു വന്ന അഗ്നിദേവൻ, ഇതൊന്നും ഇവിടെ പറയുന്നില്ല, ഇതൊക്കെ നമുക്കറിയാം എന്നത് മേൽപ്പത്തൂരിനും അറിയാം. അതുകൊണ്ട് തന്നെയാണ് വളരെ ചുരുക്കി കഥ പറഞ്ഞിരിക്കുന്നത്. പായസാഗ്ര്യം, വിശേഷപ്പെട്ട പായസം, ദദുഷി, കൊടുത്തു. തദ്ഭുക്തിയ, അത് ഭക്ഷിച്ചിട്ട്, തത് പുരന്ധ്രീഷു തിസ്രിഷു, ആ പുരത്തിലെ, ആ കോസല രാജ്യത്തിലെ പുരന്ധ്രീഷു, രാജ്ഞിമാരായിട്ടുള്ള, തിസ്രിഷു, അദ്ദേഹത്തിന്റെ പത്നിമാരായിട്ടുള്ള രാജ്ഞിമാരായ ആ 3 പേരും, കൗസല്യ, കൈകേയി, സുമിത്ര, ഇവര് 3 പേരും, അപി സമം ജാതഗർഭാസു, അവരൊരുമിച്ച് ഗർഭം ധരിക്കവേ, അധ, അനന്തരം, ലക്ഷ്മണനേന ഭരതേന ശത്രുഘ്നനാംന അപി, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നു പേരോടുകൂടിയ ആ സഹോദരങ്ങളോടുകൂടി, അവി സ്വയം, അങ്ങ് സ്വയം, രാമഃ ജാതഃ, ശ്രീരാമനായിട്ട്, അല്ലയോ ഭഗവാനെ, അങ്ങ് അവതരിച്ചുവല്ലോ. ഇവിടെ അവിടുന്ന് സ്വയം അവതരിച്ചു എന്നത് നമ്മൾ ആദ്യം കണ്ട ആ ത്വം ഗീർവാണൈഹി ദശമുഖനിധനം അർത്ഥ്യമാനഃ
രാമഃ ജാതഃ എന്ന് അന്വയിച്ചു കൊണ്ടുവരുന്നതിനിടയിൽ ഇതൊക്കെ ചേർത്തിരിക്കുകയാണ്. ഇവിടെ രാമായണ കഥയ്ക്ക് കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞ അംബരീഷന്റെ കഥയുമായിട്ട് ഒരു ചെറിയ ബന്ധമുണ്ട്. എന്താണെന്ന് വെച്ചാൽ വൈവസ്വത മനുവിന്റെ ഒരു മകനായിട്ടുള്ള നഭാഗന്റെ വംശപരമ്പരയിൽപ്പെട്ടയാളാണ് അംബരീഷൻ. ഇതേ വൈവസ്വത മനുവിന്റെ മറ്റൊരു മകനായിട്ടുള്ള ഇക്ഷ്വാകുവിന്റെ വംശപരമ്പരയിൽ ആണ് ഈ ദശരഥ മഹാരാജാവും ശ്രീരാമനും ഒക്കെ വരുന്നത്. അപ്പൊ അങ്ങനെയൊരു വംശചരിത്രം പറയുകയാണെങ്കിൽ അംബരീഷനും രാമന്റെയും കഥയുമായിട്ട് ബന്ധപ്പെടുത്താം. രാമായണ കഥ എല്ലാവർക്കും അറിയാം എന്നതുകൊണ്ട് തന്നെയാണ് മേൽപ്പത്തൂർ ഇത്രയും സംഗ്രഹിച്ച് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ജയവിജയന്മാരുടെ അടുത്ത 2 ജന്മങ്ങളാണ് ഈ ഒരു ത്രേതായുഗത്തിൽ വന്നത്, രാവണനും കുംഭകർണനും. അപ്പൊ ഇവരെ നിഗ്രഹിക്കാൻ വേണ്ടി ശ്രീരാമൻ അവതാരം എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതൊക്കെ ആ ദേവന്മാരുടെ അഭ്യർത്ഥന മാനിച്ചാണ് താൻ വന്നിരിക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അവിടെയും ഭഗവാന്റെ പ്രേരണയാൽ ഈ ദേവന്മാരെല്ലാം കൂടെ ഭഗവാൻ വിഷ്ണുവിനെ പോയിട്ട് വിഷ്ണുവിനോട് അവലാതി പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ശ്രീരാമനായിട്ട് അവതരിക്കാൻ ഭഗവാൻ തീരുമാനിക്കുന്നത്. ഇതേ സമയം ഇതിനൊരു കാരണം എന്ന രീതിയിൽ ഇവിടെ പുത്രന്മാരില്ലാതെ വിഷമിച്ച ദശരഥ മഹാരാജാവ്, അദ്ദേഹത്തിന്റെ 3 ഭാര്യമാരിലും പുത്രന്മാർ ഉണ്ടാവാത്തത് കാരണം ഒരു കുലഗുരുവായിട്ടുള്ള വസിഷ്ഠ മഹർഷിയുടെ ആ ഒരു നിർദ്ദേശത്താൽ പുത്രകാമേഷ്ടിയാഗം നടത്തുന്നു. അതിന് മുന്നിൽ നിന്ന് ആ യാഗം നടത്തുന്നത് ഋഷ്യശൃംഗ മഹർഷിയാണ്. അങ്ങനെ അതിൽ നിന്നും അഗ്നിദേവൻ പായസം നിറച്ച ഒരു പാത്രവുമായിട്ട് വന്നു. അത് 3 പേർക്കും തുല്യമായി വീതിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ആ 3 പേരും ഗർഭം ധരിച്ചു. അങ്ങനെ വഴിക്ക് ഈ കൗസല്യയിൽ നിന്ന് ശ്രീരാമനും കൈകേയിൽ നിന്ന് ഭരതനും സുമിത്രയിൽ നിന്ന് ലക്ഷ്മണനും ശത്രുഘ്നനും ഇങ്ങനെയാണ് ജനിച്ചത് എന്ന് പറയാണ് ഇവിടെ. ഗീർവാണൈരർത്ഥ്യമാനോ ദശമുഖനിധനം കോസലേശ്വരിഷ്യ ശൃംഗേ പുത്രീയാമിഷ്ടിമിഷ്ട്വാ ദദുഷി ദശരഥക്ഷ്മാഭൃതേ പായസാഗ്ര്യം തദ്ഭുക്ത്യാ തത്പുരന്ദ്രീഷ്വപി തിസൃഷു സമം ജാതഗർഭാസു ജാതോ രാമസ്ത്വം ലക്ഷ്മണേന സ്വയമഥ ഭരതേനാപി ശത്രുഘ്നനാംനാ. ശ്രീഹരയേ നമഃ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. നാരായണീയ ഗുരുവായൂരപ്പ ധ്യാന ശ്ലോകം. ഓം നാരായണീയമൊരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്കു തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ഹരിശരണം. രാമായണ കഥയാണ് നമ്മളിവിടെ കേൾക്കാൻ പോകുന്നത്. സംഗ്രഹപാഠവും ഭട്ടതിരിപ്പാടും നമ്മളും കാണിച്ചിട്ടുണ്ട്. ഭാഗവതത്തിലെ 24,000 ശ്ലോകങ്ങൾ വാൽമീകി രാമായണത്തിനെ വളരെ കുറച്ച് സംഗ്രഹിച്ചു വ്യാസൻ. അതിനെ വീണ്ടും സംഗ്രഹിച്ചു വ്യാസന്റെ അവതാരമായിരിക്കുന്നതായി ഭട്ടതിരിപ്പാട് ഭംഗിയായിട്ട് ഒറ്റ ശ്ലോകത്തിൽ തന്നെയാണ് രാമാവതാരം വരെയുടെ കഥ പറയണത്. ഇവിടെ ഗീർവാണൈ ദേവന്മാരാല് ദശമുഖനിധനം രാവണ നിഗ്രഹം അർത്ഥ്യമാന അർത്ഥിക്കപ്പെട്ടവനായ ത്വം ഭഗവാൻ കോസലേഷു കോസരാജ്യത്തിൽ അയോധ്യയിൽ ഋഷ്യശൃംഗ മഹർഷി പുത്രിയാം ഇഷ്ടിം പുത്രകാമിഷ്ടി എന്ന യാഗത്തെ ഇഷ്ടുവ യജിച്ചിട്ട് ദശരഥശ്മാഭൃതേ രാജാവിനായിട്ട് പായസാഗ്ര്യം ശ്രേഷ്ഠമായ പായസത്തെ ദദുഷി
ദാനം ചെയ്തിരിക്കവേ തദ്ഭുക്തിയ ആ പായസം ഭുജിച്ചിട്ട് ത്രിശിഷു അഭി തത്പുരന്ധ്രീഷു അദ്ദേഹത്തിന് 3 പത്നിമാരും സമം ഒരേ കാലത്ത് ജാതഗർഭാസു ഗർഭം ഉള്ളവരായി തീരവേ അഥാ അനന്തരം ലക്ഷ്മണേന ഭരതേന ശത്രുഘ്ന നാംന അഭി സ്വയം രാമ ജാത. ലക്ഷ്മണനോടും ഭരതനോടും ശത്രുഘ്നൻ എന്ന പേരുള്ളവനോടും കൂടി തനിയെ രാമനായിട്ട് അവതരിച്ചു എന്നാണ് ആ ശ്ലോകം കൊണ്ട് അപ്പോൾ രാമാവതാരം വരെയുള്ള കഥ ഒരൊറ്റ ശ്ലോകത്തിൽ അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചു. രാവണൻ്റേതായ ദുഷ്പ്രവൃത്തികൾ സഹിക്കാൻ വയ്യാതെ കണ്ട് ബ്രഹ്മാദികളൊക്കെ പാലാഴി തീരത്ത് പോയി ഭഗവാനെ ഭജിച്ചപ്പോൾ ഞാൻ രാമനായിട്ട് അവതരിച്ച് രാവണ നിഗ്രഹം ചെയ്തോളാം എന്നുള്ള വാക്കുകൊടുത്തതിന് അനുസരിച്ചിട്ടാണ് ഇവിടെ ദശരഥ രാജാവിന് ജാതകപ്രകാരം മക്കളുണ്ടാവില്ല എന്നുണ്ടെങ്കിൽ കൂടിയിട്ടും വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശം കൊണ്ടാണ് പുത്രകാമേഷ്ടി യാഗം ചെയ്യാൻ നിശ്ചയിച്ചതും അതിന് ഋഷിമാരിൽ ശൃംഖനായിരിക്കുന്ന ഋഷ്യശൃംഖനെ വിളിച്ചു വരുത്തിയിട്ടാണ് ആ യാഗം അനുഷ്ഠിക്കേണ്ടത് അവിടെ വച്ചിട്ട്. അപ്പോൾ യാഗവും പൂജയും ചെയ്താൽ ഫലം ഉണ്ടാവില്ല എന്ന് പറയാൻ നിർത്തിയില്ല, ഫലം ഉണ്ടാവും എന്ന് തന്നെയാണ് ഭാഗവതവും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ശ്രദ്ധയോടുകൂടി പൂജ കഴിക്കുക, ശ്രദ്ധയോടുകൂടി യജ്ഞം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഫലം ഉണ്ടാവും, തീർച്ചയാണ് അർത്ഥം അവിടെ. അതുകൊണ്ട് ശ്രീരാമാവതാരം വരെയുള്ളതായ കഥ ഒറ്റ ശ്ലോകത്തിൽ അവിടെ പറഞ്ഞു. ഇനി ആ രാമന്റെ ആ കുട്ടിക്കാലത്തുണ്ടായ മറ്റൊരു സംഭവത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അവിടെ. ഹരിശരണം.